ഹായ് എവ്രി വൺ. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹൗ ടു ലിസൺ വിത്തൗട്ട് ഗിവിങ് ഒപ്പീനിയൻ ഓർ അഡ്വൈസ് ആൻഡ് ഹൗ ടു ടോക്ക് വിത്തൗട്ട് ഇമോഷണൽ ഓവർലോഡ്. നമ്മൾ സംസാരിച്ചത് കൂടുതലും അങ്ങനെ ഒരു ഇമോഷണൽ ലോഡ് നമുക്ക് വന്നു, നമുക്ക് വളരെ ദേഷ്യത്തിലാണ്, അവരെപ്പോഴും പുറത്തു പോകുന്നു, തിരിച്ചു വരാൻ വൈകുന്നു, നമ്മളപ്പോൾ ആ ഒരു കോൺഫ്രണ്ട് അവരെ ചെയ്യണ്. അപ്പോൾ നമ്മൾ കൂടുതലായാലും നമ്മളുടെ ദേഷ്യം പുറത്ത് കാണിക്കാതെ നമ്മളുടെ വോളിയം കുറച്ച് കുറയ്ക്കണം, നമ്മുടെ ഇമോഷണൽ ഇത് റൈസ് ചെയ്യുന്നതനുസരിച്ച്. കാരണം അവർ കുട്ടികളാണെങ്കിലും അവരുടെ ഇമോഷൻസ് നമ്മളുടെ അഡൾട്ടിൻ്റെ പോലെ തന്നെയാണ്. അവർക്ക് ഇമോഷൻസ് വേഗം മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ദേഷ്യത്തിലാണെങ്കിൽ അവരും അതേപോലെ തന്നെ ദേഷ്യത്തിൽ നമ്മളോട് ബിഹേവ് ചെയ്യും. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾക്ക് അവരുടെ അടുത്ത് ലെക്ചർ ഒന്നും ചെയ്യാൻ പാടില്ല. അവരുടെ അടുത്ത് അങ്ങനെ കൂടുതൽ ലെക്ചർ ചെയ്യുന്നതിന് പകരം അവർക്ക് ഓപ്പൺ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. എന്താണ് അതിനു മുമ്പ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തായിരിക്കും നിനക്ക് ചെയ്യാൻ തോന്നിയത്, ഡിഫറെൻ്റായിട്ട് എന്താണ് നിനക്ക് ചെയ്യാൻ തോന്നിയത്. അങ്ങനെയുള്ള ലെക്ചർ ചെയ്യാതെ ഓപ്പൺ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യണം. ചെറിയ ചെറിയ കാര്യങ്ങൾ അവരുടെ അടുത്ത് എവരിഡേ സംസാരിക്കുക, അവരെ ജഡ്ജ് ചെയ്യാതെ. നമ്മൾക്കറിയാം അവർ നമ്മളുടെ ടോൺ മനസ്സിലാക്കും. നമ്മളിപ്പോൾ പാനിക്കാണെങ്കിൽ അവർ ശരിക്കും ഷട്ട് ഡൗൺ ചെയ്യും. അതേപോലെ തന്നെ യു ഓൾവേസ് മെസ്സപ്പ്, അതിന് പകരം പറയാം നമുക്ക്, അത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തില്ല അല്ലേ, അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും കൂടി അത് ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അവരെ നമ്മൾക്ക് കൂൾ ഡൗൺ ആക്കാം. അവരെ ഇമോഷൻസ് റൈസ് ചെയ്യാതെ നമ്മളുടെയും ഇമോഷൻസ് റൈസ് ചെയ്യാതെ നോക്കണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി ഞാൻ പറയാൻ പോണത് വാട്ട് ടു ഡു വെൻ യു സ്പോട്ട് എ റെഡ് ഫ്ലാഗ്. റെഡ് ഫ്ലാഗ് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമായിട്ട് നമ്മൾ സ്റ്റേ കാം, വളരെ കാമായിരിക്കണം. അവരെ ഭയങ്കരമായിട്ട് ഹാർഷായിട്ട് അവരെ കോൺഫ്രണ്ട് ഒന്നും ചെയ്യരുത്. അവർക്ക് നമുക്കതിന് പകരം പറയാം, നീ കുറേ ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട്, നീ നന്നായിട്ടൊന്നും ഫുഡൊന്നും കഴിക്കണില്ലല്ലോ, നീ കുറച്ച് മൂഡ് ഓഫ് ആണല്ലോ, ജസ്റ്റ് വാണ്ട് ടു ടോക്ക്, നമുക്കൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് സ്റ്റേ കാമാക്കണം. അതേപോലെ തന്നെ അവർ ഏതെങ്കിലും ലോ മൂഡ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആംഗ്രി ബേസ്റ്റ് ഔട്ട്സ് അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ബിഹേവിയർ കാണിക്കുമ്പോൾ അവരുടെ ആ ഒരു ചേഞ്ച് അത് നമ്മൾ തന്നെയായാലും ഡോക്യുമെൻ്റ് ചെയ്യണം. അതിൻ്റെ ഫ്രീക്വൻസി, എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, എന്ന് മുതലാണ്, അതൊക്കെ നമ്മൾ ആസ് എ പാരൻറ്റ് അത് നന്നായിട്ട് അറിയും, അത് ഫിഗർ ഔട്ട് ചെയ്യും, അത് ഡോക്യുമെൻ്റ് ചെയ്യും വേണം. പിന്നെ മൂന്നാമതായിട്ട് അവരെ എൻഗേജ് സോഫ്റ്റ്ലി, വളരെ കാമായിട്ട് അവരുമായിട്ട് എന്താണ് അവരുടെ ഇമോഷൻസ്, അവരുടെ ഫീലിങ്സൊക്കെ എന്താണ് അവർ കടന്നു പോകണത്, അവരുടെ ആ സിറ്റുവേഷൻസ് നമ്മൾ പബ്ലിക്കിൽ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമുക്കത് പറയാൻ പറ്റില്ല. അത് നമ്മളായാലും അങ്ങനെയല്ലേ, നമ്മളുമായാലും മറ്റുള്ളവർ നമ്മളെ പബ്ലിക്കിൽ വെച്ച്, നമ്മളെ ഹസ്ബൻഡ് ആയിക്കോട്ടെ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ഇൻസൾട്ട് ചെയ്യണമെങ്കിൽ നമ്മൾക്കത് സഹിക്കാൻ പറ്റുമോ? അപ്പോൾ ആ ഒരു ആംഗ്രി മൂഡൊക്കെ, ആ എമോഷൻസ് നമുക്കുണ്ട്. മോൻ വരുന്നത് വളരെ വൈകിയാണ്, അല്ലെങ്കിൽ മോൻക്ക് ഏതേലും ആംഗ്രിയാണ്, അപ്പോൾ അവൻ്റെ ബിഹേവിയർ ചേഞ്ചസ് വരുന്നു, റെഡ് ഫ്ലാഗ്സ് വരുന്നു അവന്. അപ്പോൾ അത് നമ്മൾ നോട്ടീസ് ചെയ്തു. അപ്പോൾ അവരെ അത് കൺഫ്രണ്ട് ചെയ്യാനായിട്ട് സോഫ്റ്റ്ലി ഒരു ദേഷ്യമുള്ള നമ്മൾക്ക് ആ ദേഷ്യം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു പബ്ലിക്കിൻ്റെ മുമ്പിലായിരിക്കരുത്. അത് സോഫ്റ്റായിട്ട് എൻഗേജ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. നാലാമതായിട്ട് ഇപ്പോൾ അവർ വരുന്നത് വളരെ വൈകിയാണ്, അവർക്ക് ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ട്, ആംഗ്രി ബേസ്റ്റ് ഔട്ട് ഉണ്ട്, അല്ലെങ്കിൽ ലോ മൂഡാണ്, അതൊക്കെ ഒരു 2 ആഴ്ച കൂടുതൽ അവരിങ്ങനെ പെർസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർക്കൊരു മാറ്റവും കാണില്ല, ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നില്ല, അവർക്കൊന്നിനും ഒരു താല്പര്യമില്ല, സ്കൂളിൽ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല, കോളേജിൽ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെയുള്ള സംഭവങ്ങൾ, അത് നമ്മൾ ആ റെഡ് ഫ്ലാഗ്സ് കണ്ടു, അത് 2 ആഴ്ചയായിട്ട് അതേപോലെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഒരു ടീച്ചറിൻ്റെ, കൗൺസിലറിൻ്റെ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിൻ്റെ ഒരു സഹായം, സ്പെഷ്യലി ഈ സിംറ്റംസൊക്കെ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അവരുടെയും കൂടി സഹായം തേടേണ്ടി വരും.
എത്രയും പെട്ടെന്ന് നമ്മൾ സഹായം, സപ്പോർട്ട്, ട്രീറ്റ്മെൻറ്റൊക്കെ തേടുകയാണ് നല്ലത്. അതിങ്ങനെ കുറേ നാൾ വെച്ചുകൊണ്ടിരുന്ന് അത് വഷളായി അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഏർലി സയൻസ്, എന്ത് കാരണമായിക്കോട്ടെ, കുട്ടികളിലെ സ്വഭാവ മാറ്റങ്ങൾ കണ്ടെത്തിയാൽ നമ്മൾ പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം. അതും എത്രയും പെട്ടെന്ന് തന്നെ. അതേപോലെ സെൽഫ് ടോക്ക്, സെൽഫ് ഹാം, സൂയിസൈഡൽ അറ്റംപ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം. നെക്സ്റ്റ്, ഹൗ ക്യാൻ വി ബിൽഡ് എ സൈക്കോളജിക്കലി സേഫ് സൊസൈറ്റി? കുട്ടികളിലെ ട്രസ്റ്റും സേഫ്റ്റിയും ആസ് പാരൻസ് എങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും? ട്രസ്റ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മറ്റുള്ളവരുടെ ട്രസ്റ്റ് സമ്പാദിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം, നമ്മളെ ലൈഫ് പാർട്ട്ണർ ഓർ ആരായാലും നമ്മളെ ചീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതറിഞ്ഞാൽ നമ്മൾക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? നമുക്ക് ഒരാൾ നമ്മളിൽ ട്രസ്റ്റ് വർത്തിയാണെന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ആ വ്യക്തി നമ്മോട് ഓണസ്റ്റി ആയിരിക്കണം, കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ, അവർ പറയുന്ന കാര്യങ്ങൾ അവർ ഫോളോ ത്രൂ ചെയ്യുകയാണെങ്കിൽ, അതേപോലെ തന്നെ അവർ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പപ്പ് ചെയ്യുകയാണെങ്കിൽ, നമ്മളെ ജഡ്ജ് ചെയ്യാതെ നമ്മളെ എഫേർട്സിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനത്തെ ഒരു പാരൻറ്റ് ആയിരിക്കണം നമ്മൾ. അപ്പോൾ കുട്ടികൾ നമ്മളിൽ ട്രസ്റ്റും സേഫ്റ്റിയും ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾക്ക് ഫസ്റ്റ് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കൺസിസ്റ്റൻസി. അതായിരിക്കണം നമ്മളുടെ എപ്പോഴുള്ള ഒരു സ്റ്റാൻഡ്. നമ്മളെന്ത് കുട്ടികളോട് പറയണേ അത് നമ്മൾ മോഡൽ ആയിട്ട് കാണിച്ചു കൊടുക്കണം. അവരുടെ മോഡൽസ് ആയിരിക്കണം നമ്മൾ. ഒരാളോട് ദയ കാണിക്കണം എന്ന് കുട്ടിയുടെ അടുത്ത് നമ്മൾ പറയും, പക്ഷെ നമ്മളുടെ അടുത്ത് ആരെങ്കിലും ഒരു സഹായത്തിന് വന്നാൽ നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യും. അപ്പം അത് നമ്മളെ കുട്ടികൾ കാണുകയാണ്, അതൊരു കൺസിസ്റ്റൻസി ഇല്ല. നമ്മളിൽ അവർ മോഡൽസ് ആകാനായിട്ട് അവർ നമ്മളെ സ്വീകരിക്കൂല. അവരെ മോഡൽസ് ആകണം നമ്മൾക്ക് അവർക്ക് നല്ല ബിഹേവിയർ കാണിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് എന്ത് വന്നാലും ഞാനുണ്ട് കേൾക്കാൻ എന്ന് നമ്മൾ അവർക്ക് ഉറപ്പ് കൊടുക്കും. പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ അവരെ അവോയ്ഡ് ചെയ്യും. അതാണ് പ്രശ്നം. നമ്മൾ എന്താണ് അവർക്ക് പ്രോമിസ് ചെയ്തത് അത് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. പിന്നെ ഒരു കാര്യം കൂടുതൽ ശ്രദ്ധിക്കണം, കുട്ടികൾ നമ്മളുടെ അടുത്ത് ഓപ്പണപ്പാകും, തമാശ പറയും, മണ്ടത്തരങ്ങൾ പറയും. അത് നമ്മളുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകളുടെ അടുത്തോ മറ്റുള്ളവരോടത്തോ നമ്മൾ അത് വെളിപ്പെടുത്തിയാൽ അവരിലുള്ള നമ്മളോടുള്ള ആ ട്രസ്റ്റ് പോകും. അതുകൊണ്ട് കോൺഫിഡൻഷ്യാലിറ്റി എപ്പോഴും കീപ്പപ്പ് ചെയ്യണം. അവർ നന്നാവാനുള്ള പ്രോസസ്സിൽ നമ്മൾ അവരെ വാല്യൂ ചെയ്യണം. കുറച്ച് ബോണ്ടിങ് നമ്മളുടെ കുട്ടികളായിട്ട് നമ്മളൊന്ന് നടക്കാൻ പോവാം, ഷോപ്പിങ്ങിന് പോകാം. അവരുമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് അവരെ അകറ്റി നിർത്താതെ നമ്മൾ ടുഗെദർ ഒരുമിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. അവരുടെ ആങ്കർ ഇഷ്യൂസും നമ്മളുടെ ഏജിലെ ആങ്കർ ഇഷ്യൂസും ഒക്കെ കൂടെ ബഹളമായിരിക്കും വീട്ടിൽ. അപ്പം അത് തിരിച്ചറിയാൻ പറ്റുകയും അവരെ കാമാക്കാനായിട്ട് നമ്മൾ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യുകയും വേണം. അവർക്കൊരു വിശ്വാസം ആസ് പാരൻസ് നമ്മളിൽ ഉണ്ടാവണം. നമ്മൾക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും എൻ്റെ പാരൻ്റ് എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം അവർക്ക് എപ്പോഴും നമ്മൾ കൊടുത്തിരിക്കണം. അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. പ്രോമിസ് ചെയ്യുന്നതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കണം. ജസ്റ്റ് വാക്കാൽ പറഞ്ഞാൽ പോരാ, അത് പ്രാക്ടിക്കലായിട്ട് ചെയ്തിരിക്കുകയും വേണം. സോ വാട്ട് ബിൽഡ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ എന്തൊക്കെ വേണ്ടിയിരിക്കണം? ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് കോൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. നമ്മൾ എന്തൊക്കെ പറയുന്നു അതൊക്കെ ആക്ഷൻസിലും വേർഡ്സിലൊക്കെ അതുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഫോളോ ത്രൂ ചെയ്യണം. അവരെന്ത് പ്രോമിസ് ചെയ്തിട്ടുണ്ടോ അത് നമ്മൾ ഫോളോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യണം. മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ ഷെയിം ചെയ്യാതെ നോക്കണം. അവരെ പ്രൈവസിയും റെസ്പെക്റ്റൊക്കെ കീപ്പ് ചെയ്യണം. പിന്നെ അതേപോലെ അവരെന്ത് കാര്യങ്ങൾ ചെയ്താലും അവരെ ഹാർഡ് വർക്കിൽ അവരെ എഫേർട്ടിനൊക്കെ പ്രൈസ് ചെയ്യണം. പിന്നെ അവരെ പ്രോസസ്സൊക്കെ വാല്യൂ ചെയ്യണം. ഔട്ട്കം ഇല്ലെങ്കിലും അവരെ ആ പ്രോസസ്സിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ എന്തെങ്കിലും നമ്മളുടെ കയ്യിൽ നിന്നൊരു ഓവർ റിയാക്ഷൻ വന്നാൽ അത്
അപ്പളജൈസ് ചെയ്ത് ചെയ്യണം. പിന്നെ എന്തും മിസ്റ്റേക്സ് അഡ്മിറ്റ് ചെയ്യാൻ നമ്മൾ വില്ലിങ് ആണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ റിച്വൽസൊക്കെ കീപ്പപ്പ് ചെയ്യണം. പ്രയർ ടൈമും വോക്കും ബെഡ് ടൈം ചാറ്റ്സൊക്കെ, അതൊക്കെ നമ്മൾ ഒരു കണക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ അവരുമായിട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.